കണ്ട ബൈജേട്ടന്റെ സ്വപ്നം ലിവിംഗ് റൂമിന് ഇതിപ്പോ എത്ര ഹൈറ്റ് എന്നാ പറയാ. ഈ ഡൈനിങ് ഹാളിൽ നിന്ന് പുറത്തേക്ക് ഒരു ഓപ്പണിംഗ് ഉണ്ട് കേട്ടാ. ഇതിന്റെ വലിപ്പം മനസ്സിലായില്ലേ? ഗണപതിനെ ഇവിടെ ഉണ്ടാക്കിയതാണെന്ന്. പിന്നെ മാനി മൊയിലൊക്കെ ഞങ്ങൾ മേടിച്ചത് കേട്ടോ. ഒരു ഈ ബെഡ്റൂമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായത്. ഇതാണ് കൊറോണ ലൈറ്റ്. കൊറോണ ലൈറ്റ് ആൽവിൻ എന്ന് പറയും. എല്ലാം തികഞ്ഞൊരു കലാകാരനാണത്. ആ കലാകാരന്റെ ഐഡിയ ആണത്. അങ്ങനെ ഗണപതിക്ക് എലി എത്തി. ഇവിടെ ഞാൻ ചെയ്തിട്ടുള്ള ഓരോ കാര്യങ്ങളും എൻ്റെ ആഗ്രഹങ്ങളും ബൈജേട്ടൻ്റെ ആഗ്രഹങ്ങളും കൂടി ചേർത്താണ്. പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഞങ്ങളെ നമ്മുടെ ധന്യയില്ലേ, കിടക്കമ്മിയുള്ള ധന്യ, അവളുടെ സരിതയുടെ കൂട്ടുകാരി, അവളുടെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ബാക്കിയുള്ളത് സരിത പറയട്ടാ. ഞാൻ ഇന്ന് മാർച്ച് 8-ാം തീയതി ലോക വനിതാ ദിനമാണ്. ശരിക്കും ഇന്ന് അപ്ലോഡ് ചെയ്യേണ്ട വീഡിയോ ആണിത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ജീവിതത്തിൽ പ്രതിസന്ധികളൊക്കെ നേരിട്ട് പൊരുതി നേടി വിജയിച്ചവരുടെ വിജയഗാഥകളൊക്കെയാണല്ലോ നമ്മൾ സാധാരണ ഈ വനിതാ ദിനത്തിൻ്റെ പറയാ. അപ്പോൾ അതിന് പറ്റിയൊരു വീഡിയോ ആയിരുന്നു. പക്ഷേ നമ്മളിന്നിപ്പോൾ ഷൂട്ട് ചെയ്യാൻ പോകണുള്ളൂ. അപ്പോൾ 2-3-4 ദിവസം കഴിഞ്ഞിട്ടാവും ഈ വീഡിയോ ചിലപ്പോൾ അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ ധന്യനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. 7 വർഷം മുന്നേ അവളുടെ ഭർത്താവ് മരിച്ചുപോയി. അപ്പോൾ 7 വർഷം മുൻപ് ഭർത്താവ് മരിക്കുന്നതിനെ പിന്നെയും ഒരു 6-7 വർഷം മുന്നേ തൊട്ട് തന്നെ അവൾക്ക് കുറേ ആൾക്ക് അസുഖങ്ങളായിട്ട്, അതിന് മുന്നേ വേറെയും പ്രശ്നങ്ങൾ, ആളുടെ അസുഖങ്ങൾ എന്ന് പറഞ്ഞാൽ കുറേ ലിവറിനും പിന്നെ അങ്ങനെ പല അസുഖങ്ങളുണ്ടായിരുന്നു. ഇതിനൊക്കെ ചികിത്സിക്കാൻ നടക്കലൊക്കെ ആയിട്ട് അവൾക്കൊരു മാനസികമായ പിന്തുണയായിട്ട് അവളുടെ അച്ഛനമ്മയും കൂടി ഉണ്ടായിരുന്നെങ്കിലും വേറെ ഒരു സാമ്പത്തികമായിട്ടുള്ള സഹായത്തിന് വേറെ ഒരു സപ്പോർട്ടും ബൈജേട്ടൻ്റെ ആൾക്കാരുടെ അവിടെ നിന്നോ അല്ലെങ്കിൽ അവളുടെ ആളുകളുടെ അവിടെ നിന്ന് ഒന്നും തന്നെ അവൾക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ അവൾ ഒറ്റയ്ക്ക് തന്നെയാണ് എല്ലാം നേരിട്ടിട്ടുള്ളത്. അപ്പം നമ്മുടെ ജീവിതം നശിച്ചു, ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഇല്ല ജീവിതം എന്ന് വിചാരിച്ചിട്ട് സ്വന്തം ജീവിതം അവസാനിപ്പിക്കാൻ പോകുന്ന വനിതകൾക്ക് മാത്രമല്ല എല്ലാവർക്കും, ആണുങ്ങൾക്കും ഒക്കെ ഭയങ്കര ഒരു പ്രചോദനമായിരിക്കും അവളുടെ ജീവിതം എന്ന് പറയണത്. അത്രയ്ക്കധികം അവൾ അനുഭവിച്ചിട്ടുണ്ട് ലൈഫിൽ. അപ്പോൾ 7 വർഷം മുന്നേ ബൈജേട്ടൻ മരിക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ കടങ്ങളുണ്ടായിരുന്നു. ജപ്തി നോട്ടീസ് വന്നിക്കാണ് വീട്. പിന്നെ ഈ കിടക്ക കമ്പനി ഉണ്ട് അവൾക്ക്. പിന്നെ ഭാഗ്യത്തിന് ബൈജേട്ടൻ കുറച്ച് സ്ഥലങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്കറിയാലോ, ഒരു സ്ഥലം വാങ്ങിയിട്ട് നമുക്കൊരു അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ വിൽക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ പക്ഷെ അവൾക്ക് കുറേ കാര്യങ്ങളൊക്കെ സ്ഥലങ്ങൾ വിറ്റിട്ടും അങ്ങനെ പിന്നെ ഈ കിടക്ക കമ്പനിയിൽ നിന്നും ഉള്ള വരുമാനവും അങ്ങനെയൊക്കെ ആയിട്ട് അവൾ കുറേ കാര്യങ്ങളൊക്കെ ഓവർകം ചെയ്തു വന്നു. അപ്പം നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്യാൻ പോണ വീട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ ഇപ്പോൾ താമസിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ മുന്നേ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള അവളുടെ വീടല്ല, ബൈജേട്ടൻ പണിതിട്ടുള്ള വീടല്ല. അതിൻ്റെ ഒരു കുറച്ച് ദൂരെ ഒരു 4 അടി വെച്ചാൽ മതി അവിടെ ഒരു സ്ഥലം കൂടി ആൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് ആൾ വാങ്ങി അന്നിട്ടത് കുറേ കൊല്ലങ്ങൾക്ക് മുന്നാട്ടാ വാങ്ങിയിട്ടത്. ആ വാങ്ങിയിട്ടത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് 2 പെൺമക്കളാണ്, ദേവിയും ശിവാനിയും. അപ്പോൾ ഇപ്പോൾ താമസിക്കുന്ന വീട് ഒരു മോൾക്കും, തൊട്ടടുത്ത് തന്നെ ഈ സ്ഥലം വാങ്ങിയിട്ടത് മറ്റേ മോൾക്കും അവിടെ ഒരു വീട് വെക്കണം. അങ്ങനെ 2 പെൺകുട്ടികളും എന്നും എൻ്റെ കൺവെട്ടത്ത് തന്നെ ഉണ്ടാവണം, എൻ്റെ 2 മക്കളും. അങ്ങനെ ഒരാഗ്രഹം ആൾക്ക് പണ്ടേ ഉണ്ടായിരുന്നു. ആ ഒരാഗ്രഹം പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടാണ് അടുത്തൊരു സ്ഥലം വാങ്ങിച്ചിട്ട്. പക്ഷെ അവിടെ ഒരു വീട് വെക്കാൻ ആളെ കൊണ്ട് പറ്റിയില്ല. ഇപ്പോൾ ആൾ മരിച്ച് 7 വർഷങ്ങൾക്ക് ഇപ്പുറം ധന്യ ആളുടെ സ്വപ്നത്തിലുള്ള ഒരു വീട് പൂർത്തീകരിച്ചു. അതെ, അപ്പോൾ ആ വീടാണ് നമ്മൾ കാണാൻ പോണത്. ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ അവിടെ ചെന്നിട്ട് കാണാം. ബാക്കിയൊക്കെ അവൾ പറയും. അപ്പം നമ്മൾ അങ്ങോട്ട് പോവാണ്. ഇവിടെ അടുത്ത് തന്നെ അഞ്ചേരിയിലാണ് അവളുടെ വീട്. ബൈജേട്ടൻ്റെ വലിയൊരു സ്വപ്നം സാക്ഷാത്കരിച്ചതിൻ്റെ ഒരു ആനന്ദ നിർവൃതിയിൽ അഭിമാനത്തോടു കൂടി നിൽക്കുകയാണ്. ഞാൻ അതിലേറെ അഭിമാനത്തിലാണ്. എൻ്റെ കൂട്ടുകാരിയാണല്ലോ എന്ന് ആലോചിച്ചിട്ട്. അപ്പം എനിക്ക് ആകപ്പാടുള്ളൊരു കൂട്ടുകാരിയാണ് കേട്ടോ, എൻ്റെ വണ്ണൻ്റെ ഉള്ളി കൂട്ടുകാരിയാണ്. അപ്പം അങ്ങനെ ധന്യ പണിത വീട്ടിലേക്ക് നമ്മൾ വന്നിരിക്കുക. അപ്പം ആ വീട് ധന്യയുടെ വീടായതുകൊണ്ട്, എൻ്റെ കൂട്ടുകാരി ധന്യയുടെ വീടായതുകൊണ്ടല്ല മാത്രമല്ല ഇത് കാണിക്കുന്നത്, ഇത് എല്ലാവരും കാണേണ്ട ഒരു വീട്, അതുപോലത്തെ ഒരു വീട്. അപ്പം ധന്യക്ക് ഉള്ള ഒരു വീട് അത്യാവശ്യം കുഴപ്പമില്ല, നല്ല വീട് തന്നെയാണ്. പക്ഷെ പിന്നെ ഒരു വീട് വയ്ക്കുമ്പോൾ ഒരു വ്യത്യസ്തമായ നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു വീട് വേണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതിൽ ബൈജേട്ടൻ്റെ കുറച്ച് ആഗ്രഹങ്ങൾ കൂടി ചേർത്തുണ്ട്. ഞാൻ ഒരു പൂളുള്ള വീട് ഒക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു. അതൊരു പൂളൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ വീട് കാണാം. ആളുടെ ആഗ്രഹം സ്വിമ്മിംഗ് പൂളുള്ള വീട് കാണുന്നു. ഞങ്ങളുടെ അവിടെ ഈ സ്ഥലമാണെങ്കിൽ അധികം സ്ഥലമില്ല. ഇത് 13 സെന്റ് സ്ഥലം, അതും നീളത്തിൽ കിടക്കുന്ന സ്ഥലം. വീതി കുറഞ്ഞ് ഇങ്ങനെ നീളത്തിലാണ് ഈ സ്ഥലം കിടക്കുന്നത്. അപ്പോൾ പരിമിതികളുണ്ട് പ്ലാനൊക്കെ വരയ്ക്കുമ്പോൾ. എന്നിട്ട് ആരെ പ്ലാൻ വരച്ചു നോക്കി? പ്ലാൻ അജേഷ് എന്ന് പറഞ്ഞ ഒരു
ആളാ വരച്ചെന്നിരിക്കുന്നത് പ്ലാൻ. ഒരു ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള ഒരു പ്ലാൻ ആണ് കേട്ടോ. 2-3 പ്ലാനുകളൊക്കെ കൊണ്ടുവന്നു. അതില് നമുക്ക് ഇഷ്ടപ്പെട്ടത് സെലക്ട് ചെയ്തു. വ്യക്തമായിട്ട് തോന്നിയത് അവള് വരച്ചതൊക്കെ എനിക്ക് അന്ന് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഏത് ഇഷ്ടപ്പെട്ടെന്നൊക്കെ ചോദിച്ചു. 2-3 ഞാൻ എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് ഭയങ്കര അതിലൊരു വെറൈറ്റി തോന്നിയത് കാക്കയുടെ സംസ്ഥാന സമ്മേളനം. അപ്പൊ ഒരു വെറൈറ്റി തോന്നിയത് എടുത്തു. നമ്മുടെ സ്ഥലം അങ്ങനെയാണല്ലോ, നീളത്തില് വീതി കുറവാണ്, നീളത്തിലാണ് പോയിരിക്കണേ. അതിൽ ആദ്യം എനിക്ക് ഇത് 10.75 ഉണ്ടായിരുന്നേ. 3 സെന്റ് പിന്നീട് കിട്ടിയതാ. അത് അപ്പോഴേക്കും ഇത് പണിത് പകുതിയായി. ആ സ്ഥലം കിട്ടുമ്പോ അല്ലെങ്കിൽ കുറച്ചുകൂടി ഇറക്കി പണിയായിരുന്നു. മുറ്റൊക്കെ കുറച്ചായേനെ. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്ലാൻ ധന്യയുടെ കയ്യിൽ കിട്ടി. അതിനെ ഇങ്ങനെ വീടാക്കി മാറ്റിയത് മറ്റാരുമല്ല, നമ്മുടെ ആൽവിനാണ്. അയ്യോ വായ വന്നോ, വെറുതെ ഒന്ന് കാണിച്ചു കൊടുക്കാം. ഈ വീട് മൊത്തം പണിതതിന്റെ സിവിൽ വർക്ക്സും അല്ലേ, ഇന്റീരിയർ അങ്ങനെ എല്ലാ കാര്യങ്ങളും A to Z എല്ലാം ഇതുപോലെ ഇങ്ങനെ ഫിനിഷിങ് ആക്കിയിട്ട് തന്നത് നമ്മുടെ ആൽവിനാണ് കേട്ടാ. നമുക്ക് വീടിനുള്ളിൽ കയറാം. കുറെ ഹൈപ്പ് കൊടുത്ത ആളുകൾ ഇങ്ങനെ ഭയങ്കര അപ്പൊ ഇനി കാണാം, വീട് കാണാം. ഇനി കയറി വന്ന് സിറ്റ് ഔട്ടിൽ തന്നെ കണ്ടാ ബൈജേട്ടന്റെ സ്വപ്നം ഇങ്ങനെ എഴുതിയിരിക്കണെന്ന് എന്റെ നിർബന്ധമായിരുന്നു. എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു ഇങ്ങനെ എഴുതണമെന്ന്. അപ്പൊ ആൽവിനത് ഭംഗിയായിട്ട് ചെയ്തു തന്നു. ഗ്ലാസ് ആണോ അത്? അക്രിലിക് ആണ്. അപ്പൊ നമ്മൾ കയറുകയാണ്. നമ്മൾ കയറി വരുമ്പോ തന്നെ ലിവിങ് റൂമിന് ഇതിപ്പോ എത്ര ഹൈറ്റ് എന്നാ പറയാ? ഡബിൾ ഹൈറ്റ് അല്ലേ? ഡബിൾ ഹൈറ്റും അല്ലാന്ന് തോന്നുന്നു. അതിനേക്കാളും കൂടെ ഇത് 20 അടിയുള്ളൂ. 25 അടി 13 അടി ഉണ്ടാവില്ല. കണ്ടാ ആന എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു കേട്ടോ. അതെന്റെ ആഗ്രഹം. ആന അതിന് തേടി നടന്ന് ഞങ്ങൾ ഒരുപാട് സഞ്ചരിച്ചിട്ടാണ് ഞങ്ങൾക്ക് ഈ ആനക്കൂട്ടനെ കിട്ടിയത്. എവിടെ നിന്ന് കിട്ടിയേ? അതിന് ഞാൻ വണ്ടിയിൽ പോകുമ്പോഴേ, കാറിൽ പോകുമ്പോ ഒരു ഫർണിച്ചർ കടയുടെ പുറത്ത് ഇങ്ങനെ ഈ സെയിം ആന തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ അങ്ങോട്ട് കയറി പോയിട്ട് അവരോട് ഇത് കൊടുക്കാനുള്ളതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വില ചോദിക്കാനായിട്ടാ പോയത്. അപ്പൊ അവര് പറഞ്ഞു ഇത് കൊടുക്കാനുള്ളതല്ലാന്ന്. അപ്പൊ അവരുടെ അടുത്ത് ചോദിച്ചു ഇത് ഇങ്ങോട്ട് നിങ്ങൾക്ക് കിട്ടിയെന്ന് വെച്ചപ്പോ പറഞ്ഞു ഒരു 6 കൊല്ലം മുന്നേ അവര് ഉണ്ടാക്കിച്ചതാന്ന് പറഞ്ഞു. അപ്പൊ അവരെ നമ്പർ തന്ന് ആ നമ്പറിലേക്ക് വിളിച്ച് അവരെ ഉണ്ടാക്കിപ്പിച്ചതാ അവിടെ നിന്ന്. സെയിം അതേപോലെ തന്നെ അതേ അച്ഛനെയാ. അപ്പൊ അതേപോലെ തന്നെ വേണമെന്ന് പറഞ്ഞപ്പോ അവര് ഉണ്ടാക്കി തന്നതാ. പിന്നെ ഈ സൈഡിലാണ് ഡൈനിങ്. ഡൈനയുടെ അമ്മയും അച്ഛനൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടാ. അമ്മയും അച്ഛനുണ്ട്, പിള്ളേര് എവിടെ, ഒരാളെവിടെ. പിന്നെ ഫ്രണ്ടിൽ തന്നെയാണ് കിച്ചൺ വരുന്നത്, അതായത് വടക്ക് കിഴക്കേ മൂല നോക്കിയിട്ടാണ് ചെയ്തിരിക്കണത്. അപ്പൊ നമ്മൾ കിഴക്കോട്ടാണ് ഈ വീടിന്റെ ദർശനം. ഇത് വടക്കാണ്. അപ്പൊ വടക്ക് കിഴക്കേ മൂല എന്ന് പറയുമ്പോ ഇതിപ്പോ നമ്മള് ലിവിങ് കണ്ട, ഈ ലിവിങ്ങിന്റെ ഇവിടെ തന്നെയാണ് കിച്ചൺ വരുന്നത്. അപ്പൊ നമുക്ക് അടുക്കള കാണാം കേട്ടാ. എന്തേലും പറയാണ്ട് അടുക്കളേനെ കുറിച്ച് വല്ല ആഗ്രഹങ്ങളില് ഇതാക്കിയിട്ടുണ്ടോ? ഇതൊന്നും എനിക്ക് ഒക്കെ പുതിയ ടെക്നോളജി ആയിരുന്നു, വലിയ അറിവില്ല. പിന്നെ എല്ലാ സാധനങ്ങളും പ്രീമിയം ക്വാളിറ്റി ഉള്ള സാധനങ്ങളായിരിക്കണം എന്ന് എനിക്ക് നിർബന്ധമായിരുന്നു. അതുകൊണ്ട് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന എല്ലാ ഐറ്റംസും ഒക്കെ ഹൈ ക്വാളിറ്റി ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ് ഉപയോഗിച്ചത്. ഫേബറിന്റെ ഹുഡ് ആൻഡ് ഹോബൊക്കെയും. പിന്നെ വർക്ക് ഏരിയ കടന്നിട്ട് ഇവിടെയാണ് മെയിനായിട്ട് പാചകം ചെയ്യാറ് അല്ലേ? എത്ര ദിവസമായി നീ ഇവിടെ താമസമായിട്ട്? ഞാൻ 1 മാസമായി. ഹൗസ് വാമിങ് ഫെബ്രുവരി. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ആയിരുന്നു കേട്ടാ. അതിന്റെ വേണമെങ്കിൽ ഒരു കുഞ്ഞെ ക്ലിപ്പ് കാണാം അല്ലേ ചേട്ടാ? ഇവിടെ മറ്റേ ഇത് 3 തരത്തിൽ കത്തൂട്ടാ. വൈറ്റ് വേണമെങ്കിൽ വൈറ്റ് ആക്കാം. ഈ ലൈറ്റ് വൈറ്റ്. നേരത്തെ വാമായിരുന്നു. പിന്നെ വാമന്റെ വൈറ്റ്. അങ്ങനെ ഇത് വൈറ്റ്. ഇത് വാമായി. ഇനി വാമും വൈറ്റ് മിക്സ്. പാചകം ചെയ്യുമ്പോ നമ്മുടെ മൂടനുസരിച്ചിടാം. പുറത്തേക്കൊന്നും ഇല്ലല്ലോ. ഇത് പുറത്തേക്ക് നമുക്ക് മുറ്റത്തേക്ക് പോകാനുള്ള ഇങ്ങോട്ട് ഇടയ്ക്ക് ഞാൻ തുറന്നിട്ടിട്ട് ശുദ്ധവായൊക്കെ ശ്വസിച്ച് കാലത്ത് ഇട്ടാ. അധികം സ്ഥലം എന്ന് പറയാനില്ല, ഇവിടെ തന്നെ മതിലാണ്. അപ്പോ നമ്മൾ ഫ്രണ്ടിൽ തന്നെ ആയതുകൊണ്ടാണ് കേട്ടാ അടുക്കള ആദ്യം കാണിച്ചത്. ഡൈനിങ് ടേബിൾ ഇവിടെ തന്നെ എല്ലാതും കസ്റ്റമൈസ് ചെയ്തേക്കാണ് അല്ലേ? ഇതൊക്കെ ടേബിളൊക്കെ ആൽവിൻ തന്നെ. ചെയർ വാങ്ങിയതാണ്. ഈ ഡൈനിങ് ഹാളിൽ നിന്ന് പുറത്തേക്ക് ഒരു ഓപ്പണിംഗ് ഉണ്ട് കേട്ടാ, ഗ്ലാസ് ഡോറൊക്കെ കൊടുത്തിട്ട്. അവിടെ മതിലാണ്. ഇത് മതിലും ഒരു ബുദ്ധൻ. ഇതിന്റെ വലിപ്പം മനസ്സിലായില്ലേ? ഇതും ആൽവിൻ ഇങ്ങനെ ഒരു സ്ഥലത്ത് ചെയ്തത് കാണിച്ചു തന്നിട്ട് അപ്പൊ എനിക്കിവിടെ പറയട്ടെ ചെയ്തേ
ആര് പറഞ്ഞിട്ടാന്ന് ഒരു സൈറ്റില് ചെയ്തത് കണ്ട് ഇങ്ങനെ ഈ മതിലും ഇങ്ങനെ ചെയ്യണമെന്ന് ആരും പറഞ്ഞിട്ടല്ല, ആൽവിൻ പറഞ്ഞിട്ട്. അതെ, അല്ല എനിക്ക് ഇഷ്ടായി ഇത് ബുദ്ധൻ ഇങ്ങനെ ചെയ്യണോണ്ട്. ഇവിടെ ഓപ്പണിങ് പ്ലാനിലുള്ളതാ. അപ്പൊ ഇവിടെ ഓപ്പണിങ് ആവുമ്പോ ഇങ്ങോട്ട് നോക്കുമ്പോ എന്തെങ്കിലും കാണാൻ ഒരു ഭംഗിക്ക് ഇങ്ങനെ. അപ്പൊ ഞാൻ ബുദ്ധനെ എനിക്കിങ്ങനെ പടം കാണിച്ചു തന്നപ്പോ എനിക്ക് ഇഷ്ടപ്പെട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഈ വാളുമ്പോ കൊടുക്കാല്ലേ എന്ന് ചോദിച്ചു. ഓക്കെ പറഞ്ഞു. അപ്പൊ ഒരു നജീമൊക്കെയാണ് കേട്ടോ ഈ വർക്ക്, ഈ ആർട്ട് വർക്ക് ചെയ്തേക്കണത്. ഇതൊക്കെ സിമെന്റിലാട്ടാ ചെയ്തിരിക്കണേ. അപ്പൊ ഈ ബുദ്ധയുടെ മുഖത്തേക്ക് ഇങ്ങനെ ലൈറ്റ്, സ്പോട്ട് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ പകലായതുകൊണ്ട് ആ ലൈറ്റ് കൊടുത്ത എന്റെ ഭംഗി അറിയില്ല, രാത്രി ഇത് വേറൊരു ഭംഗിയാണ് ഇതിന്റെ. അപ്പൊ നമുക്ക് ഇത്തിരി ഇരുട്ടായി തുടങ്ങി. അപ്പൊ നമുക്ക് അത് കാണാം. ഇത് മറ്റേ ക്ലീൻ ചെയ്യാനുള്ള സാധനമാണോ? അനുസരണില്ലടി അതിന്. അയ്യോ കേറിക്കല്ലേ, അങ്ങനെ വിചാരിച്ചു. വെയിറ്റ് നോക്കണം മെഷീൻ പൊട്ടനത്. അതെ, ഇതിന് ബുദ്ധിയില്ല. ഇത് കണ്ട ചവിട്ടിയിൽ ഇതിലൊക്കെ കയറി കിടന്ന് നിരങ്ങും. നമ്മൾ ഇതിനെ പിടിപ്പിക്കാൻ നിൽക്കണം. അല്ലാതെ ഇതിൻ്റെ ഉള്ളിൽ കിടന്ന് കുടുങ്ങിയിട്ടേ ഇത് സ്റ്റക്കായി നിൽക്കും. ഒരു കാര്യമില്ല, വെറുതെ പോയി എൻ്റെ കാശ്. പിന്നെ ഇനി ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് കിടക്കാം. നെറ്റിപ്പട്ട എന്റെ സ്റ്റാഫ് ഗിഫ്റ്റ് തന്നതാട്ടാ. ഡിസ്റ്റാർ സ്റ്റാഫ് എല്ലാവരും കൂടിയിട്ട്. അതെ, ഫസ്റ്റത്തെ ബെഡ്റൂമിലേക്ക് കയറാണ് കേട്ടാ. ഇത് ആ ഹോളിന്റെ പോലെ തന്നെ, അതായത് നമ്മുടെ ലിവിംഗ് റൂമിന്റെ പോലെ തന്നെ ഡബിൾ ഹൈറ്റ് ആണ്. ഈ സൈഡിന്റെ ചുമര് അതേപോലെ തന്നെ മറ്റേ ആർട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. സ്കൈ ആണ് ചെയ്തേക്കണേ. നജീബിക്ക് ഞാൻ ഇത് ചെയ്തിരിക്കണത് ബുദ്ധന്റെ ചെയ്തിട്ടില്ലേ, അത് തന്നെയാണ്, ആൾ തന്നെയാണ് ഇതും ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്കിനി ഈ ഡബിൾ ഡെക്കർ റൂമിന്റെ മുകളിലേക്ക് കയറാം. നീ കയറിക്കോ. നീല്ലേ എന്റെ വായോ, മുട്ടൊക്കെ വേദന എടുക്കണം. ഇത് കുഴപ്പമില്ല, കണ്ട ഒരു സ്പേസ് ഉണ്ട്. ഉറക്കത്തിൽ നടക്കണവർക്കൊന്നും ഇവിടെ കിടന്ന ശരിയാവില്ല. അത് പറ്റില്ല. നമ്മുടെ സജീവന്റെ വീട്ടിലും ഒരു ബെഡ്റൂം ഇങ്ങനെ തന്നെയാട്ടാ. ഇത്ര ഹൈറ്റും കാര്യങ്ങളൊന്നുമില്ല, പക്ഷെ അതുപോലെ റൂമിലുണ്ട് ഇങ്ങനെ ഒരു സ്പേസ് ഉണ്ട്. ബാത്റൂമിന്റെ മുകൾ ഭാഗം ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ മരത്തിന്റെ പാനലിംഗ് അല്ല, എല്ലാം മരത്തിന്റെ പാനലിംഗ് ആട്ടോ ഇവിടെയൊക്കെ ചെയ്തിട്ടുള്ളത്. ഇത് പ്ലാനിലുണ്ടായിരുന്നതാണോ? പ്ലാനിലുണ്ടായിരുന്നു. കുട്ടികൾക്ക് തന്നെ പറ്റുള്ളൂ. പൊന്നമ്മ എവിടെയാ, നമ്മളെവിടെയാ പഠിപ്പും കെടുപ്പൊക്കെ. അവൾക്ക് നല്ല സുഖമായിട്ട് കിടന്നുറങ്ങാൻ, നല്ല സുഖമായിട്ടിരുന്ന് പഠിക്കാൻ വരെ ശല്യമില്ലുണ്ട്. ഇവിടെ ചെറുതായിട്ടൊരു ഡ്രസ്സിംഗ് റൂം കൊടുത്തിട്ടുണ്ട്, കബോർഡ്സ് ഒക്കെ ഉണ്ട്, പിന്നെ ബാത്റൂം. ആള് ബാത്റൂമിൻ്റെ ഉള്ളിൽ എപ്പോഴും. ഈ ബെഡിന്റെ ഈ ഭാഗത്തെ കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് ആൽവിൻ തന്നെ പറഞ്ഞുതരും. ഇതിപ്പോ പുതിയത് ഇറങ്ങിയിട്ടുള്ള ലൂവർ പാനൽ എന്ന് പറഞ്ഞിട്ടുള്ളേ, അങ്ങനത്തെ ഡിസൈൻസ് അത് ബെഡ് ബാക്ക് ഒക്കെ ചെയ്തിട്ടുള്ളത് ഓൾമോസ്റ്റ് അങ്ങനത്തെ സാധനങ്ങൾ. നമ്മള് ശാന്തേട്ടന്റെ വീട്ടിൽ അവിടെ പോയപ്പോ ഷോപ്പിൽ പോയപ്പോ കണ്ടില്ലേ, ഇങ്ങനത്തെയാണ് ഇപ്പൊ ആളുകൾ ചെയ്യണേന്ന് ചേട്ടാ. അതിൽ തന്നെ കുറച്ചുകൂടി പ്രീമിയം ക്വാളിറ്റി ആണ്. പിന്നെ വിനീറും അക്രിലിക് ആയിട്ടുള്ള ഫിനിഷാണ് വാൾഡ്രോബും. അതുപോലെ വെനീറും ആക്രിലിക്കും ആണ് കേട്ടത് വരുന്നേ. ഇതിന്റെ ഡോർ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇവിടെ വീട് കാണാനായിട്ട് വരുന്നവര് തെറ്റിയിട്ട് ഇങ്ങോട്ട് പോവാന്ന്. അവിടെ ബാത്റൂം ഓപ്പണിംഗ് ഉണ്ടെന്ന് വെച്ചിട്ട് മിറർ കണ്ടിട്ട് അതിന് ഷേപ്പ് മിറർ കൊടുത്തത്, അങ്ങനെ ആ സ്പേസിലേക്ക് ഒതുക്കിയിട്ട് ഷേപ്പ് മിറർ കൊടുത്തതാ. നല്ല രസമായിട്ടുണ്ട്. ഇതിനൊക്കെ ആർച്ച് ഷേപ്പ് ആണല്ലോ കൂടുതലും. ആ ഒരു ഡിസൈൻ പാറ്റേൺ തന്നെ ഇവിടെയും കൊടുത്തു. കഴിവാണ്. അതെ, അത് കഴിഞ്ഞ പിന്നെ ഇവിടുത്തെ ഒരു വലിയൊരു ആകർഷണമാണ് ഈ ഗണപതി. ഇതിവിടെ നടക്കാനായിട്ട് കണ്ട ഇലയുടെ ഷേപ്പിൽ കരിങ്കല്ല് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഇവർ കൊടുത്ത ഡിസൈനിൽ ഇങ്ങനെ ചെയ്യിപ്പിച്ചേക്കണതാണ് കേട്ടോ. കരിങ്കല്ലാണിത്. ഇവിടെ ഗണപതിനെ ശരിക്കും ഈ റൂമിൽ നിന്നാണല്ലേ. ഈ റൂമില് ഈ ഭാഗത്തെ ജനല് തുറന്നു കഴിഞ്ഞാൽ അത് ശരിക്കും ഈ വ്യൂ. ഗണപതി ചെയ്തിരിക്കണത് നജീബിക്ക് തന്നെയാ. ഇത് വാങ്ങി വെച്ചതല്ല, സിമെന്റ് കൊണ്ട് ഉണ്ടാക്കിയതാ. കരിങ്കല്ല് ഫിനിഷ് ആക്കിയതാ, വാങ്ങിയതല്ല, ഉണ്ടാക്കിയതാ. ഗണപതിനെ ഇവിടെ ഉണ്ടാക്കിയതാണെന്ന്. അതടിപൊളിയുണ്ട് കേട്ടാ. സിമെന്റ് കൊണ്ട് ഉണ്ടാക്കിയിട്ട് കരിങ്കല്ലിന്റെ ഫിനിഷിങ് ആക്കി. നജീബിക്ക് തന്നെ ബുദ്ധ ചെയ്ത ആളന്നെ അതും ചെയ്തിരിക്കണത്. ചേറ്റുവയിലുള്ള ആളാണ് അല്ലേ? ചേറ്റുവ. ആൽവിന്റെ വീടിന്റെ ഇങ്ങനത്തെ ആർട്ട് വർക്കൊക്കെ ആളാണോ ചെയ്യാറ്?
ഗണപതിയുടെ ഓരോ പാട്ടും ഉണ്ടാക്കി കഴിയുമ്പോൾ നമ്മളവിടെ ചെന്ന് നോക്കിയിട്ട് തൃപ്തിയാണോ എന്ന് ചോദിച്ചിട്ട് അപ്പൊ അങ്ങനെ നോക്കിയിട്ടാണ് ഗണപതിനെ ചെയ്തിരിക്കുന്നത്. കണ്ണാള് നേരെ വെച്ചിട്ടുണ്ടായിരുന്നേ, ശരിക്കും ഗണപതിയുടെ സ്ട്രെയിറ്റ് നോക്കണ പോലെയായിരുന്നു കണ്ണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഞാൻ അത് പറഞ്ഞു, ലാസ്റ്റ് നിമിഷത്തിൽ പറഞ്ഞു അത് അങ്ങനെയല്ല വരണ്ടേ, ഇങ്ങനെ ചെരിഞ്ഞിട്ടാണ്. അപ്പോഴാ ആനയുടെ ഒരു ചായ വരല്ലോ. അപ്പൊ ആള് മാറ്റിയത് കണ്ണ്. പിന്നെ മാനിയും മൊയിലൊക്കെ ഞങ്ങൾ മേടിച്ചത് കേട്ടോ. ഇതെവിടെ മൂവാറ്റുപുഴയാ? തൊടുപുഴന്ന്. നല്ല ഭംഗിയുണ്ട്, ഇങ്ങനെ റോഡരികിൽ ഇങ്ങനെ ഇരിക്കണത്, അത് ഉണ്ടാക്കണ സ്ഥലം അവിടെ നിന്ന് എടുത്തത് അത്. പിന്നെ സനീഷാണ് നമ്മുടെ ഇത് ചെയ്തിരിക്കണത്, ലാൻഡ്സ്കേപ്പ്. നമ്മുടെ സനീഷ് പ്ലാൻസ് ഒക്കെ അവൻ തന്നെ വെച്ചിരിക്കണേ. നേരെ അവിടെ വരെ പോയിട്ട് പിന്നെ മോളിക്ക്. ഇവിടെ രണ്ടാമത്തെ ബെഡ്റൂം. ഈ ബെഡ്റൂമിൽ നിന്നാണ് ഞാൻ പറഞ്ഞത് നമുക്ക് ഇവിടെ ശരിക്കും നമ്മുടെ ഗണപതിനെ കാണാം. അവിടെ വിളക്ക് വെച്ച് ശരിയാവില്ലാണ്ട് തന്നെ അതെ കരി പിടിക്കണം. അത് തുടച്ചാ പോവും, അപ്പന് പോവും, എന്നും തുടയ്ക്കും. ഇത് അച്ഛൻ്റെ അമ്മയുടെ റൂമാ. അപ്പൊ അവർക്ക് അമ്മയ്ക്ക് അച്ഛനാകുമ്പോ എനിക്ക് വഴിക്ക് തന്നെ കാണാം. അതെ, ചെറിയൊരു മിററും ഇതൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ മൂലയില് ചെറുതായിട്ടൊരു ഡ്രസ്സിങ് ഇതുപോലെ. പിന്നെ കബോർഡ്, പിന്നെ ഈ റൂമിന്റെ ബാത്റൂം കാണണ്ട ബാത്റൂമാണ് 4 പറയണം. അപ്പൊ പിന്നെ കാണാം. ഇപ്പുറത്ത് ലേറ്റ് ഇട്ടോട്ടാ, നീ ഇട്ടുണ്ടാ? ശരിയാ. മറ്റേ റൂമിന്റെ ബെഡിന്റെ ഭാഗം നമ്മൾ കണ്ടില്ലേ, എന്നിട്ട് പേര് പറഞ്ഞ ലൂവേഴ്സ്. ഒരുപാട് കളറുകളുടെ തോട്ടല്ലേ അതിന്. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ കൂടുതലും ഇന്റീരിയറിന് ഇങ്ങനെയല്ലേ കൊടുക്കണേ, ഡിസൈനുകൾ ട്രെൻഡുകൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കില്ല. അപ്പൊ അങ്ങനെ ബാത്റൂം. അപ്പൊ ഈ ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഓപ്പണിംഗ് ഉണ്ട് കേട്ടോ, അത് പിന്നെ കാണിക്കാം. പിന്നെ ഇവിടെ ഒരു ബെഡ്റൂം. ഈ ബെഡ്റൂമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായത്. ഇത് ഫുള്ള് ലൈറ്റ് എടുത്തിട്ട് കാണിച്ചിട്ടെ ഞാൻ. ഫുൾ ലൈറ്റ് എടുത്തിട്ടെ. ഇത് നമ്മളെ പാട്ട് പാടുന്നതിനനുസരിച്ച് നീ ഒരു പാട്ട് പാടിയേ. അപ്പൊ പാട്ട് പാട്, പാടിയാൽ അതിനനുസരിച്ച് ആ ലൈറ്റ് കത്തുടി. ഏത് പാട്ടാ പാടാ? പാട്. അങ്ങനെ പെട്ടെന്ന് പറയുമ്പോ കിട്ടില്ലേ പാട്ട്? പൂവേ പൂവേ പാലപ്പൂവേ മണമിത്തിരിനരളിൽ തായോ മോഹത്തിൻ മകരന്തം ഞാൻ പകരം നൽകാം. വണ്ടേ വണ്ടേ കാർമുകിൽ വണ്ടേ പലവട്ടം പാടിയതല്ലേ മണമെല്ലാം മധുര കനവായി മാറിപ്പോക. കണ്ട സ്പീഡ് കൂടി. നമ്മളിപ്പോ സെറ്റില് പാട്ട് വെച്ചാല് നമ്മളിപ്പോ സംസാരിക്കണ അനുസരിച്ച് ഇപ്പൊ കത്തണത്. ചിരിച്ചോക്കൂ, കണ്ട അതിനനുസരിച്ച് അത് കത്തും. പിന്നെ നമ്മൾ സെറ്റ് വെച്ച് പാടി കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് ഇവിടെ തെല്ലി മീനാക്ഷിയൊക്കെ വെച്ചിട്ടുള്ള കളിയാവുന്നുണ്ടെങ്കിൽ അപ്പൊ ഇത് അടിപൊളിയായിട്ട് ഇറങ്ങല. ഇത് നിലവിൽ ഇപ്പൊ ആരുടെ റൂമാ? ഗസ്റ്റ് റൂമാണോ? നിലവിൽ ഞങ്ങൾ ഫസ്റ്റ് ഇതിലേക്ക് ഇവിടെ കിടന്നു. ഞങ്ങൾ അങ്ങനെയാണ് നിരങ്ങി പല അച്ഛൻ്റെ അമ്മയുടെ റൂം ഒഴിച്ച് ബാക്കി എല്ലാ സ്ഥലത്തേക്ക് ഞങ്ങൾ നിരങ്ങിട്ടില്ലേ. ഇവിടെ വട്ടത്തിലുള്ള ബെഡാണ് കേട്ടാ. നീ തന്നെയല്ലേ ഈ ബെഡ് ഉണ്ടാക്കി? അത് ബെഡ് ഞാൻ തന്നെ. ഇവിടെ നിന്ന് നമ്മുടെ സ്വിമ്മിംഗ് പൂള് അവിടെ ഓപ്പണിങ്ങാ, തുറക്കാം. ഇവിടെ ലോക്കല്ലേ, കടക്കാൻ പറ്റില്ല. ഉറങ്ങി എണീറ്റപ്പ തന്നെ ആ ലൈറ്റ് ഇടുക. പൂള് ബെഡ് കണ്ടാ, വട്ടത്തിലാണ് കട്ടില് കേട്ടാ. കട്ടിലെ കാലുവിനാട്ടാ ചെയ്തത്. ഇവിടെ ചെയ്തിരിക്കുന്ന വർക്ക് നോക്കിയേ, അതൊക്കെ ലൂവേഴ്സിന്റെ തന്നെ. പിന്നെ ഈ സൈഡ് മൊത്തം കബോർഡ്, ഇതിന്റെ ടോയ്ലറ്റ് ഇവിടെ ഒരു മിറർ. ഇവിടെ ഒരു ഡ്രസ്സിംഗ് ഏരിയ ഒരു ചെറുതായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അജി കയറിക്കോ, ഉള്ളിലെ മിറർ നല്ല ഭംഗിയാ കാണാൻ. എന്നിട്ടൊന്നുമില്ല, ഇവിടെ ഇപ്പൊ നമ്മൾ കേറി ഇതേ ഇവിടെ വാഷ് ഗ്ലാസ്, കൈ. പിന്നെ ഈ കൊടുത്തിരിക്കുന്ന ഈ ഇവിടുത്തെ വരാന്തേന്ന് ഇപ്പുറത്തേക്ക് ഇറങ്ങാൻ പറ്റൂട്ടോ. ഇങ്ങോട്ട് ഓപ്പണിംഗ് ഉണ്ട്,
ഇവിടെ ആ ഇത് ഇങ്ങനത്തെ ഷേപ്പിൽ അൺഈവൻ ആയിട്ടുള്ള ഷേപ്പുകൾ നമ്മൾ ഇതിനെ ആക്കിപ്പിച്ചു. അല്ല ഇത് നമ്മുടെ സനീഷാണ് ഇത് പറഞ്ഞത്, ഇങ്ങനെ ഫോട്ടോ തന്നത് ഞങ്ങക്ക് കാണിച്ചത്. അപ്പൊ കിണറാണ് ഇട്ടത് ഇവിടത്തെ കിണർ, ഒരു മരത്തിന്റെ തടി പോലെ. ഇതന്നെ മതിലിമീൻ ചെയ്തിരിക്കണ നമ്മൾ കേട്ടാ. ഇതും ആളെന്നെയാണ് നജീബിക്ക് തന്നെ. നജീബിക്ക് ഉണ്ടായിരുന്നു അല്ലേ? നജീബിക്ക് ഇവിടെ ഒരു വിസ്മയം തന്നെ തീർത്തുണ്ട്. കൊറേ സ്ഥലത്തൊക്കെ ആളുടെ കയ്യൊപ്പ് പതിഞ്ഞ സ്ഥലങ്ങളുണ്ട്. ഇങ്ങനെ ചെയ്തരണെന്ന് പറഞ്ഞു. ഡിസൈനൊക്കെ നമ്മൾ കൊടുത്തതാ. അപ്പൊ ആളത് ഫിനിഷിങ് ഇങ്ങനെയാക്കി തന്നു. ഡിസൈന് സെലക്ട് ചെയ്തത് ആൽവിനാട്ടാ. ഇങ്ങനെ ചെയ്യട്ടെടി ഭംഗി ഉണ്ടാവും. ഓക്കെ. മനോഹരമായ പൂള് ഇത് 22 അടി നീളല്ലേ? 22 അടി നീളം, 8 അടി വീതി, 8 അടി വീതിയും 22 അടി നീളമുള്ള പൂളാണ്. അപ്പൊ പൂളില് കുളിക്കുമ്പോ ഈ സൈഡ് ഒരു ബെഡ്റൂം നേരത്തെ പറഞ്ഞല്ലോ, ബെഡ്റൂമാണ്. അപ്പൊ ഈ സൈഡില് മതിൽ വരുന്നുണ്ട്. പിന്നെ അതിന്റെ മോൾ ഭാഗം അടച്ചിട്ടുണ്ട്, മോൾ ഭാഗം ഗ്ലാസ് ഇട്ടിട്ടുണ്ട്, അപ്പുറത്തും അടച്ചിട്ടുണ്ട്. ഇവിടെ മാത്രമാണ് തുറന്നു കിടക്കണം. അപ്പൊ കുളിക്കുന്ന സമയത്ത് നമുക്ക് പ്രൈവസിക്ക് വേണമെങ്കിൽ എന്ന് പറഞ്ഞിട്ട് ഒരു കർട്ടൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അടച്ച് മതി, ഫുള്ളായിട്ട് അടക്കണ്ട ചെടി. പിന്നെ അടച്ചിട്ട് നമുക്ക് സമാധാനമായിട്ട് കുളിക്കാം. മതി. ഈ സ്വിമ്മിംഗ് പൂളിൽ തന്നെ 7.5 ലക്ഷം ചെലവ് വന്നാണ് കേട്ടോ തന്നെ പറയണേ. ചേട്ടാ കേട്ടില്ലേ സ്വിമ്മിംഗ് പൂളിലെ ചെലവ്? നമ്മള് 8,000 വരെ. അല്ല ഇതിന്റെ ഫിൽറ്ററൊക്കെ അങ്ങനത്തെ അടി. അതെ. അപ്പൊ അങ്ങനെ വീടിന്റെ അടിഭാഗം മൊത്തം നമ്മൾ കണ്ടു കഴിഞ്ഞു. പൂളടക്കം 3 ബെഡ്റൂം എല്ലാം കണ്ടില്ലേ? അപ്പോൾ ബെഡ്റൂം ഈ ശരിക്കും വീടിന്റെ സെന്ററിൽ കൂടെ അറ്റം വരയ്ക്കും ഒരു വരാന്ത ഇങ്ങനെ പോവാണ്. നടക്കാൻ നമുക്ക് കാലത്ത് നടക്കണവർക്ക് ഈ നടത്തം മതി. അതന്നെ അത്രയും നീളം കണ്ട. തൊട്ട് ഇവിടെ വരയ്ക്കുന്ന ഒരു വരാന്ത പോലെയാണ്. വരാന്തയുടെ 2 സൈഡിലേക്ക് ആയിട്ടാണ് ഹോള്, ഡൈനിങ് ഹോള്, ബെഡ്റൂമുകള്, പൂള്, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും അങ്ങോട്ടും സെറ്റ് ചെയ്തേക്കാം. അറ്റത്തൊരു ബെഡ്റൂം. ഇനി ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഇവിടെ കോണിയാണ്, മുകളിലേക്കുള്ള സ്റ്റെയർ കേസ്. അപ്പൊ അവിടെ വാഷ് ബേസിനൊക്കെ ഇവിടെയാണ് വെച്ചിട്ടുള്ളത്. വാഷ് ബേസിന് എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ സെലക്ട് ചെയ്തത്. എല്ലാ സാധനങ്ങളും നിന്റെ ഇഷ്ടത്തിന് സെലക്ട് ചെയ്തല്ലേ? അല്ല ഇതിന് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. റോസ് ഗോൾഡിന്റെ ഇത് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതിപ്പോ തന്നെ. പക്ഷെ അപ്പൊ റോസ് ഗോൾഡിന്റെ തന്നെ ഇത് നിന്റെ ഇതുകൊണ്ട് ഇതിന് മാച്ച് ആവണം. ഞാൻ മറ്റേ ഹൗസ് വാമിങ്ങിന് വന്നിട്ടേ കൈ എഴുകാൻ അപ്പോഴാണ് ഇവിടെ സാധനം കണ്ടത്. തിരിച്ചപ്പോ വെള്ളം വന്നു. ഇവിടെ ഇപ്പൊ ഇൻവെർട്ടറാണ് നമ്മൾ വെച്ചിരിക്കണേ കോണിയുടെ അടിവശത്ത്. പിന്നെ ഒരു ചെടിയിലെ പൊട്ടും. ഇനി മോളിക്ക് കയറാം. മോളില് റൂമൊന്നുമില്ല, ജസ്റ്റ് ഒരു ഇരിക്കണ സ്ഥലവും. റൂം എടുക്കണമെങ്കിൽ എടുക്കാൻ ഭാവിയില്. എനിക്ക് മുകളിലെ ബെഡ്റൂമിനോട് വലിയ താല്പര്യമൊന്നും ഇല്ല. അത് കാരണം കൊണ്ട് ഞാൻ ചോട്ടിൽ തന്നെ 4 റൂം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. പക്ഷെ 3 സ്പേസ് ഉള്ളോ. അത് കാരണം കൊണ്ട് ഒരു ഡബിൾ ഡെക്കർ പോലെ നമുക്ക് ചെയ്ത് കിട്ടി, 4 റൂം പോലെ. പിന്നെ എനിക്ക് മുകളില് റൂമിനോട് താല്പര്യം ഇല്ല. മറ്റേ താഴത്തെ വരാന്തയുടെ അതേ ഭാഗമാണ് കേട്ടോ ഈ വരാന്ത. ടൈൽസുകളും ഇതൊക്കെ എല്ലാതും നമ്മുടെ സിറ്റിട്ടാ. സിറ്റി സിറാമിക്സിലത്തെ അതല്ലടി ഇട്ടേക്കണതേ. ഇതൊക്കെ കട്ട് ചെയ്ത് ഇങ്ങനെ ഇട്ടേക്കല്ലേ ഇടയില് മറ്റേ ഇതിങ്ങനെ നീളത്തിലുള്ള ടൈലാ. അതെ അല്ലേ? ആ 2 അറ്റത്ത് ഇങ്ങനത്തെ പൂക്കളുണ്ടാവും. അതങ്ങനെ അങ്ങനെ അങ്ങനെ ക്രോസ് ആക്കിട്ട്. നമ്മുടെ താഴത്തെ ലിവിങ് റൂം. ഈ ലൈറ്റുകളൊക്കെ ഷാൻലെയറൊക്കെ കോയമ്പത്തൂര് ഇതൊക്കെ ഞങ്ങൾ പോയി സെലക്ട് ചെയ്തതാട്ടാ. കോയമ്പത്തൂര് പോയി സെലക്ട് ചെയ്ത് വാങ്ങിച്ചിട്ടുള്ള ലൈറ്റുകളാ. ഡോറ് ഈ ലൈറ്റ് നല്ല രസമുണ്ട്. ഇതാണ് കൊറോണ ലൈറ്റ്. കൊറോണ വൈറസിന്റെ കൊറോണ ലൈറ്റ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് എടുത്തതാ ഞാൻ കോയമ്പത്തൂര്. ഇവിടെ ഒരു സ്പേസ് ബാൽക്കണി, താഴേക്ക് നോക്കി നിക്കാം. കൊറേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലേ കൊറേ സ്ഥലത്ത് നിക്കണ്ട ഒരു വീടായിരുന്നു അല്ലേ? ചുറ്റും ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ നല്ല ഭംഗിയിൽ ചെയ്ത്. ഇതിൽ കൂടെ ചാടണമെങ്കിൽ ചാടാം അങ്ങോട്ട്. വേണ്ട. ഇങ്ങനത്തെ ഷേപ്പുള്ള സോഫ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിങ്ങനെ കർവായിട്ടുള്ളത്. അപ്പൊ ഞാൻ അത് ഉണ്ടാക്കിക്കാനായിട്ട് നമ്മുടെ അരുൺ എന്ന് പറഞ്ഞ ആദ്യം നമ്മുടെ ബെഡ് നമ്മുടെ എടുത്തിരുന്ന പയ്യൻ തന്നെ ഐഡിയയില് ഫർണിച്ചർ. അപ്പൊ അവനെ കൊണ്ട് ചെയ്യിച്ചതാണ് ഇതും അടിയിലത്തെ സോഫയ്ക്ക്. അളവൊക്കെ എടുത്തിട്ട് മെഷർമെന്റ് എടുത്ത് കറക്റ്റ് ആയിട്ട് പറഞ്ഞ സമയത്ത് തന്നെ കറക്റ്റ് ആയിട്ട് തരൂട്ടാ.
ഇവിടെ ഒന്നുമില്ലല്ലോ. ഇവിടെ ഇങ്ങനെ നടക്കാം. ഇവിടെ ഇങ്ങനെ നടക്കാം. ഈ ലൈറ്റ് നന്നായിട്ടുണ്ട്. ഇത് നമ്മുടെ കലാകാരന്റെ ഐഡിയ ആയിട്ടാ. ഹാർട്ട് ബീറ്റ് കലാകാരനാ ആൽവിൻ എന്ന് പറയും. എല്ലാം തികഞ്ഞൊരു കലാകാരനാണത്. ആ കലാകാരന്റെ ഐഡിയ ആണത്. ഇത് നമുക്ക് ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ പ്ലാനില്. അപ്പൊ നമ്മളൊരു കുറച്ചും കൂടി ഇരിക്കാനൊരു സൗകര്യത്തിന് MS-ന്റെ പ്ലാറ്റ്ഫോം ചെയ്തിട്ട് എടുത്തു. എക്സ്റ്റെൻഡ് ചെയ്തു. ഒരു ചെറിയൊരു ഗാർഡൻ ഒക്കെ വെച്ച് ഒരു കിളി കൂടി ഉണ്ടിട്ടാ. മൊട്ടിട്ടുണ്ട് 3 മുട്ട. പിന്നെ ഈ ചെയറ് ഇതെന്റെ ഭയങ്കരമായൊരു ആഗ്രഹമായിരുന്നു. ഇങ്ങനത്തെ ചെയറ് ഞങ്ങള് എറണാകുളത്ത് നിന്നാണ് ഫർണിച്ചർ നമ്മള് ഇതിന്റെ ഇതൊക്കെ എടുത്തത്. തെയ്യമ്പാട്ടിൽ നിന്നാണ് നമ്മള് ഡൈനിങ് ടേബിളിന്റെ ചെയറൊക്കെ എടുത്തത്. അവിടെ അല്ല, അവിടെ ഇത് കണ്ടു. ഇത് കിടക്കുന്നുണ്ട്. രണ്ട് ചെയറും ഒരു ഇതിന്റെക്കാളും കുഞ്ഞ് ടേബിളാ. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് 4 ചെയർ വേണം, ഇത്തിരി കൂടി വലിപ്പം വേണം ടേബിളിന് പറഞ്ഞു. അപ്പൊ ആള് പറഞ്ഞു ഇല്ല ഇത് വരവാണ്, ഇങ്ങനെയുള്ളൂന്ന് പറഞ്ഞു. വിലയാണെങ്കിൽ ഭയങ്കര വിലയും. അപ്പൊ എൻ്റെ ഒരു ആഗ്രഹം ഇല്ലെന്ന് വെച്ചിട്ട് ഞാൻ വില പോലും സാരില്ല, എന്തായാലും എനിക്ക് വെച്ചാൽ 2 എണ്ണം തരുമോന്ന് ചോദിച്ചു. ആ 2 എണ്ണം. അപ്പൊ 2 കളറായിട്ടിരിക്കണേ. പിന്നെ വൈറ്റ് ഉള്ളത് ബുക്കിംഗാന്ന് പറഞ്ഞു. ഇല്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫോൺ ജസ്റ്റ് ഒന്ന് എടുത്ത് മനസ്സ് ഭയങ്കര വിഷമായി എന്ന് വെച്ചാൽ കിട്ടിയില്ല. അപ്പൊ അവര് പറഞ്ഞു നമുക്ക് ആൽവിൻ പറഞ്ഞു ആരെ കൊണ്ട് ഉണ്ടാക്കിക്കാന്ന്, അവരെ കൊണ്ട് ഉണ്ടാക്കിക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ എന്നാ ശരി എന്ന് വെച്ചിട്ട് വിഷമിച്ചിട്ടിരിക്കുന്ന. പിന്നെ ഫോൺ എടുത്ത് നോക്കിയത് ഈ ചെയറ് ഫേസ്ബുക്ക്. ഈ ചെയറ് ടേബിളും ഉണ്ടാക്കണ സ്ഥലവും ഇത് ഉണ്ടാക്കണതൊക്കെയും കാണിക്കണു. ഇതന്നെടി സെയിം സാധനം. അപ്പൊ എന്റെ ദൈവം ഇത് എവിടെ സ്ഥലം? കഞ്ചിക്കോട്. പിറ്റേ ദിവസം നേരെ വിട്ട് കഞ്ചിക്കോട്ടേക്ക് വിട്ട് അവിടെ പറഞ്ഞു നമ്മളെ എറണാകുളത്താണ് എന്റെ പകുതി ഇളക്കി. അത് 2 ചെയറും ഒരു ടേബിളിനാണ് അത്രയും വില. എനിക്ക് 3 ചെയർ ഒരു ടേബിൾ അതിന്റെ പകുതി ഇളക്കി കിട്ടി. ഇത് പിന്നെ ചൂടാവില്ല, വെയിലത്തൊന്നിട്ട ചൂടാവില്ല കേട്ടാ. ഇവിടെ വെയില. ഇത് അങ്ങനത്തെ സാധനം അലുമിനിയത്തില് മണലല്ല, എന്നിട്ട് കളിമണ്ണാ. എന്താണോ മണല് മിക്സ് ചെയ്തിട്ടാണ്. വലിയ ഫാക്ടറി. വെയിറ്റും ഉണ്ട്. പിന്നെ പെയിന്റ് ഒക്കെ പോയില്ല നമുക്ക് പെയിന്റ് അടിക്കാന്ന് പറഞ്ഞവര്. പിന്നെ എത്ര വെയിലത്ത് കിടന്നാലും ഈ സാധനം ചൂടാവില്ല. വൈകുന്നേരങ്ങളിൽ അല്ലെങ്കിൽ പിന്നെ നേരം വെളുത്തപ്പന്നെയും ഇരിക്കണതിനെ കുറിച്ച് ചിന്തിക്കണ്ട. പക്ഷെ നൈറ്റ് നല്ല രസമായിരിക്കും. എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാട്ടാ. ഇപ്പൊ ഗിഫ്റ്റ് കിട്ടും എന്ന് വിചാരിച്ചിട്ട് നീ ആദ്യമേ സ്പോട്ട് ലൈറ്റ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ നമ്മുടെ ഫോട്ടോ ഇങ്ങനെ വെക്കാലോ. വിശാലമായ ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. വാഷിംഗ് മെഷീൻ, അലക്കല്, തുണികള് തോരിടാവരടല്. വേണമെങ്കിൽ ബോറടിക്കണെങ്കിൽ അങ്ങനെ എടുക്കണം ഓടാം. അയണിങ് ഇനി വേണമെങ്കിൽ ഒരു ജിമ്മൊക്കെ സെറ്റ് ചെയ്യണമെങ്കിൽ ജിമ്മൊക്കെ സെറ്റ് ചെയ്യാം. പിന്നെ റൂം അവർക്ക് എപ്പോഴെങ്കിലും എടുക്കണം തോന്നുകയാണെങ്കിൽ എടുക്കാം. ഇത് മറ്റേ ചൂട് കുറഞ്ഞിട്ടുള്ള ഷീറ്റാട്ടാ. തീരെ ചൂടെടുക്കില്ല. നമുക്ക് നട്ടുച്ച സമയത്തൊന്നും ഇവിടെ ചൂടില്ല. അപ്പൊ അങ്ങനെയാണ് ധന്യയുടെ വീട്. ഇതൊന്നും അല്ലാണ്ട് മറ്റൊരു വലിയൊരു ആകർഷണം കൂടി ഈ വീടിനുണ്ട്. അത് ഈ വീടിന്റെ ബാക്കിലാണ്. അതിന് കാണിച്ചുതരാം. കുരങ്ങന്റെ ലേറ്റിട്ടാ. ഇതെന്റെ ഭയങ്കര ഇഷ്ടപ്പെട്ട് സെലക്ട് ചെയ്ത സാധനം. ഞാൻ ഇഷ്ടപ്പെടാണ്ട് കാണിച്ചാൽ സാധനം ഒന്നുമില്ല. അല്ലാതെ പറയുന്നത് ഇതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ്. ഒരു സാധനം കാണിച്ചു തരാന്ന് പറഞ്ഞില്ലേ, അത് നമ്മൾ പൂളിന്റെ അതിൽ കൂടെ ബാക്കിലേക്ക് പോവാണ്. വീടിന്റെ കണ്ട വേറൊരു വീട്. നമ്മുടെ വീടിന്റെ ബാക്കിൽ ഒരു കുടിലുണ്ടാക്കിയിട്ടില്ലേ, അതുപോലെ ഇത് ധന്യയുടെ ഒരു ആഗ്രഹമാണ്. ഇനി ഒരു കുഞ്ഞു വീട് ഫിൽറ്ററിൻ്റെതാണല്ലേ. ഇത് ഇങ്ങനെ പോയിട്ട് പിന്നെ ഫിൽറ്റർ ചെയ്ത് ഫിൽറ്റർ സിസ്റ്റം ഒക്കെ അവിടെയാണ്. ഫിൽറ്റർ ചെയ്ത് തിരിച്ചിവിടെ വന്നോണ്ടിരിക്കും. ഇതിങ്ങനെ 4 മണിക്കൂർ ഫിൽറ്റർ വർക്ക് ചെയ്യൂ? ഇല്ലില്ല, ഇടവിട്ട് 1 മണിക്കൂർ 3 മണിക്കൂർ ഒരു ദിവസത്തില്. അങ്ങനെയുള്ളൂ. ഓട്ടോമാറ്റിക്കലി കട്ടാവും അത്. ഇവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങിയതേ ഇതിന് ചുറ്റൂല്ലേ, എൽ ഷേപ്പിലുള്ളൂ അല്ലേ വരാന്ത. എനിക്ക് നീളത്തിലുള്ള വരാന്ത എന്റെ വീക്കെൻഡ്സാ. അത് എന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ്. അത് ഭയങ്കര ആഗ്രഹം എനിക്ക്. തിണ്ണോട് കൂടിയിട്ട് പണ്ടത്തെയൊക്കെ ഓർമ്മയത്. തിണ്ണ ഇങ്ങനെ ഇരിക്കണം, തിണ്ണയിലിരിക്കണം, നീളത്തിലുള്ള വരാന്ത. അങ്ങനെ ഞാൻ പറഞ്ഞപ്പോ ഒരു കുഞ്ഞൊരു പ്ലാൻ ആൽവിൻ വരച്ചെന്നു. ആദ്യം തന്നെ അത് വരച്ചേട്ടാ പ്ലാൻ. ഇങ്ങനെ മതിയാടീന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞാ എനിക്ക് ഏറെയും നീളത്തിലുള്ളതായാ മതി, തിണ്ണയോട് കൂടിയുള്ള. പിന്നെ എനിക്ക് കുഴപ്പമില്ലാന്ന് പറഞ്ഞു. അപ്പൊ അത് വരച്ചെന്നു. അങ്ങനെ പണിതു. ഇവിടെ ഒരു കിണർ ഇവിടെ ഉണ്ടായിരുന്ന കിണറാണ്. ഇതിലുണ്ടായിരുന്ന കിണറാ അല്ല, നമ്മള് വാങ്ങിച്ചപ്പോ അത് വാങ്ങിച്ചത്. ബാക്കിലൊരു 3 സെന്റ് സ്ഥലം വാങ്ങിച്ചിട്ട് ഇതിനോട് ആഡ് ചെയ്തെന്ന് പറഞ്ഞില്ല, ആ സ്ഥലമാണിത്. അതിലുണ്ട് ഓൾറെഡി കിണറുണ്ട്. ഉണ്ടായിരുന്ന കിണറാണ് കേട്ടത്. അപ്പൊ ഈ കുഞ്ഞു വീട്ടിലേക്ക്
കുഞ്ഞു വീടാണ് ഏറ്റവും അടിപൊളി. ഇവിടെ ആരെങ്കിലും കണ്ടാ തിണ്ണേമ്മക്ക് ഇരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടാ. വൈകുന്നേരക്ക് കൊറേ ആൾക്കാർക്ക് ഇരുന്ന് വർത്താനം പറഞ്ഞൂടെ ഇവിടെ. വേറെ ചേരന്റെ ആവശ്യമൊന്നുമില്ല. താമസിക്കാനും അങ്ങനെയൊക്കെ. തുറന്നോ? കുഞ്ഞൊരു വീട്, അത്യാവശ്യം ഓടുമേഞ്ഞ വീടാണ്. ഒരു ബെഡ്റൂം, കട്ടിലൊന്നും ഇട്ടിട്ടില്ല ടൈല്. അപ്പൊ തൽക്കാലം ഇവിടെ ആരും ഇല്ലല്ലോ. പിന്നെ ഒരടുക്കളയും ഒരു റൂം, ഒരു ചെറിയൊരു ഹാള്, ഒരടുക്കള. പിന്നെ ബാക്കിലൊന്നുമില്ലല്ലോ, കഴിഞ്ഞില്ലേ? അവിടെ മതിലല്ലേ? മതില്. ബാക്കിൽ ചെറിയ ആളിലക്കല് തുറന്നോ? സ്വിച്ച് ഒക്കെ എവിടെയാണോ? അലക്കല് അമ്മയ്ക്കുണ്ട്. ഇവിടെ ഒരു ഗേറ്റ് വെച്ചിട്ടുണ്ട്. കാരണം ഇവിടെ ഒരു വഴിയുണ്ടേ. ആ വഴി നമ്മുടെ മെയിൻ റോഡിലേക്ക് വരുന്ന വഴിയാണ്. അധികം വീതിയില്ലാത്തൊരു വഴിയുണ്ട്. അപ്പൊ ഇവിടേക്ക് ഒരു ഗേറ്റ് കൊടുത്തിട്ടുണ്ട്. അതിലേ വരണമെങ്കിൽ വരാം. അതെ. ഇത് മാത്രമായിട്ട് നിനക്ക് വിൽക്കണമെങ്കിലും അവിടെ ഒരു ഇതിങ്ങനെ ഒരു സാധനം വിൽക്കാം. ഫുള്ള് ക്യാമറ വെച്ചിട്ടുണ്ടല്ലോ. ഫുള്ള് ക്യാമറ ഉണ്ട്. ഇവിടെ ഉണ്ടല്ലോ മുയലും കൂണും. അതൊക്കെ അവിടെ ഇവിടെ കേട്ട് വെച്ചിട്ടുണ്ട്. തവളയും തവളേനൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് അവിടെ ഇവിടെ ഒക്കെ കാണൂട്ടാ. പിന്നെ ആ കൊക്ക് കണ്ടാ ഇടയിലൊക്കെ നിക്കണത്. കണ്ടു. ഇവിടെ ഒരു ബാത്റൂം ഉണ്ട് കേട്ടാ. അത് ഈ വീടിന്റെ ബാത്റൂമോ ആയിട്ട് ഇവിടെ താമസിക്കണവർക്ക് ഉപയോഗിക്കാം. പൂൾ ഉപയോഗിക്കണവർക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനും കുളിക്കാനൊക്കെ ഉപയോഗിക്കാം. നമ്മൾ ഗണപതിനെ നേരത്തെ കാണിച്ചപ്പോ വലിയൊരു കഥ ഇതിന്റെ പിന്നിലുണ്ട്. ഗണപതിയുടെ പിന്നിലല്ല, ഗണപതിയുടെ താഴെ ഇരിക്കുന്ന എലിയുടെ. ഗണപതിയുടെ വാഹനം എലി. അപ്പോ ഇതുണ്ടാക്കിയ നജീബിക്ക പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആള് എലീനെ ഉണ്ടാക്കണില്ല, എലീനെ നിങ്ങൾ ഓടിന്റെ എലീനെ വാങ്ങി വെച്ചോളൂ എന്നാണ് ധന്യോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ ധന്യ അത് ഓക്കെ പറഞ്ഞു, ആ എലീനെ വാങ്ങി വെക്കല്ലേ വേണ്ടോ എന്ന് വിചാരിച്ചു. പക്ഷെ അതിനെ വാങ്ങിക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോഴാണ് ധന്യക്ക് മനസ്സിലായത് വേറെ എല്ലാ മൃഗങ്ങളും ഓട് എലി നമുക്ക് കിട്ടാൻ, പക്ഷെ എലീനെ ആരും ഉണ്ടാക്കി വെച്ചില്ല. കിട്ടണമൊക്കെ ഇത് ഇത്ര മൂന്ന് സാധനങ്ങളും എലിയുടെ രൂപം കുത്തിയേക്കണതൊക്കെയാണ് ഉള്ളൂ, അല്ലാണ്ട് എലിയില്ല. അങ്ങനെ ധന്യ പിന്നെ അവിടെ ഫ്രണ്ടിൽ ഒരു വിളക്ക് ഇരിക്കുന്നുണ്ട്. ആ വിളക്ക് വാങ്ങിക്കാനായിട്ട് ഒരു ഷോപ്പിൽ മനസ്സിലായി, ആലങ്ങാടൻ നമ്മള് എന്നിട്ട് വാങ്ങിച്ചിട്ടുണ്ട് ചേട്ടാ അവിടെ നിന്ന്. അപ്പൊ അവിടേക്ക് കയറിയിട്ട് നോക്കിയപ്പോ ഉണ്ട് ഒരു നിലവിളക്കിന്റെ മുകൾ ഭാഗത്തൊക്കെ മയിലൊക്കെ നിൽക്കുന്നില്ല. അങ്ങനെ ഒരു നിലവിളക്കിന്റെ മുകളിലുണ്ട് ഇവൾക്ക് പറ്റിയൊരു എലി. എല്ലടി എവിടെയെങ്കിലും എലീനെ കണ്ടിട്ടുണ്ടോ? നിലവിളക്കിന്റെ മുകളിൽ കണ്ടിട്ടില്ലല്ലോ, ഞാൻ ആദ്യമായിട്ട് എന്നെ കണ്ടത്. അവർക്ക് എന്നിട്ട് ഇതേ കണ്ടാ ആളാണ് ഇരിക്കണ. ഈ ഒരു ഒറ്റ എലീന ഉണ്ടായിരുന്നു അവിടെ. അവൾക്ക് ആഗ്രഹിച്ച പോലെ കൈ കൂപ്പി നിൽക്കുന്ന ഒരു ഭഗവാനെ തൊഴുതുകൊണ്ട് നിൽക്കുന്ന ഒരു എലീന് തന്നെ കിട്ടി. ഇതിനെ തൊടണോട് ഞാൻ വെയിറ്റ് നോക്കി നോക്കി, നല്ല ഭാരണ്ട്, നല്ല ഭാരണ്ട്. ലഡു ചേട്ടാ പിടിച്ചു നോക്കിയേ, നല്ല വെയിറ്റ് ഉണ്ട്. 2 കിലോ ഉണ്ട്. 2 കിലോ ഉണ്ടെന്നത്. അപ്പോ ഇതാണെങ്കിൽ ഈ നിലവിളക്കിന്റെ മുകൾ ഭാഗത്ത് പിരിച്ച് ഇങ്ങനെ തിരിച്ച് വെച്ചിരിക്കുന്ന രീതിയിലാണ് അവിടെ ഇരിക്കണേ. അപ്പൊ ഒരിക്കലും കിട്ടില്ല എന്ന് വിചാരിച്ചുകൊണ്ടാണ് അവ കടക്കാരോട് ചോദിച്ചത്, ഈ എലിനെ മാത്രമായിട്ട് തരുമോ ചോദിച്ചപ്പോ അവര് ആദ്യം തരില്ല എന്ന് പറഞ്ഞു. പിന്നെ അവള് പറഞ്ഞു, എനിക്ക് ഇതിനെ കിട്ടിയേ പറ്റൂ, നിങ്ങൾ പറയണ വില ഞാൻ തരാം. അപ്പൊ അവര് പറഞ്ഞു, കിട്ടണമെന്നുണ്ടെങ്കിൽ വിളക്കടക്കം വാങ്ങിക്കണം എന്ന് പറഞ്ഞു. 28,000 രൂപയാവും. അപ്പൊ അത് കൊടുത്ത് വാങ്ങിക്കാൻ തൽക്കാലം നിവൃത്തിയില്ലാത്തത് കൊണ്ട് വിഷമിച്ച് നിൽക്കുമ്പോ അവര് എല്ലാവരും കൂടിയിട്ട് ഇവളുടെ വിഷമം കണ്ടിട്ട് അവര് കടയിലത്തെ സ്റ്റാഫൊക്കെ കൂടിയിട്ട് ചർച്ച ചെയ്ത് കുറെ പേരോടൊക്കെ വിളിച്ചു വെച്ചു. ലാസ്റ്റ് തരാന്ന് പറഞ്ഞു 4,000 രൂപ. 4,800 പറഞ്ഞു. ഇവിടെ 1 രൂപ കൂട്ടാനോ കുറയ്ക്കാനോ നിന്നില്ല. അങ്ങനെ ഗണപതിക്ക് എലി എത്തി, ആഗ്രഹിച്ചത് അവിടെ എത്തി. ഭയങ്കര അതിശയപൂർവമായ ഒരു കഥയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വിളക്കിന്റെ തുമ്പത്ത് ഒരു എലിനെ പോലും കണ്ടിട്ടില്ലേ. കുരിശ്, മയില് തോന്നണമെന്നില്ലെന്നറിയോ, ഇത് പോയോടുകൂടി അവര് വേറെ വല്ല മയിലിനെ വാങ്ങിച്ചിട്ട് അത് ചെലവായിട്ടുണ്ടാവും. അതുവരെ അത് ചെലവാണ്ടിരിക്കും എലിയുള്ള കാരണേ.
ആ ഞാൻ എന്നിട്ട് അല്ലെങ്കിൽ നടരാജ വിഗ്രഹം അങ്ങനെ എന്തെങ്കിലും ചെയ്തില്ലേ? നല്ല വിളക്കിന്റെ മുകളിൽ കാണുക. എലീനെ കണ്ടിട്ടില്ല, ഇതേവരെയും കണ്ടിട്ടില്ല. ഇതില് മീനായിട് കോഴിക്കാർപ്പിനെ ഇട്ടുണ്ടായിരുന്നു, അതിന് എടുത്താ വെള്ളം ഭയങ്കരമായിട്ട് ചെളിയാക്കണു. ഓ അപ്പൊ ഗപ്പീനിട്ടാ മതി, ചിലപ്പോ മുട്ടയിടും. ഇതേ നമ്മുടെ ബുദ്ധനെ കാണിച്ചു തരാന്ന് പറഞ്ഞില്ലേ ലേറ്റ് ഇട്ടിട്ട്. അപ്പോൾ ധന്യയുടെ വീട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കണു. അപ്പോൾ ധന്യയുടെ അച്ഛനും അമ്മയും മക്കളുമാണ് കേട്ടത്. ദേവി ശിവാനി പൊന്നാരു പൊന്നമ്മൂന്നാണ് വിളിപ്പേര്. പൊന്നാരു പൊന്നോ. ഇത് ആർക്കുള്ള വീടാ? പൊന്നാരുന്നുള്ള പറഞ്ഞ അടിയാവും. രണ്ടുപേർക്ക് ആർക്കെങ്കിലൊക്കെ ഉപയോഗിക്കാം. നറുക്കിട്ടെടുക്കും. അപ്പൊ പൊന്നാരു ACCA പഠിക്കണു. ഇപ്പൊ അത് കഴിയാറായ കോഴ്സ്? 9ാമത്തെ പേപ്പർ ഇതുവരെ കഴിഞ്ഞ എല്ലാം കിട്ടി. 9 പേപ്പർ എഴുതി, 9ാമത്തെ പേപ്പർ എഴുതിയിട്ടുള്ളൂ. എന്റെ പിള്ളേരും ധന്യയുടെ പോലെയല്ല, ജാതി ബുദ്ധിയാ, നന്നായി പഠിക്കും. ധന്യക്ക് പഠിപ്പിനേക്കാളും കൂടുതൽ കലാപരമായ കഴിവുകളാണ് അല്ലേ? ഭയങ്കര ചിത്രരചന, പിന്നെ വായനനാവ്, അതൊക്കെയാണ് ധന്യക്ക് കൂടുതൽ. പിന്നെ നല്ലൊരു ബിസിനസ്സുകാരിയാണെന്ന് തെളിയിച്ചു കഴിഞ്ഞു. പിന്നെ ധന്യയുടെ അച്ഛനും അമ്മയും. ധന്യയുടെ അച്ഛനെ കുറിച്ചിട്ട് നമ്മൾ ഈ വീടിനെ പറയുമ്പോൾ ധന്യയുടെ അച്ഛനെ നമ്മൾ ഒഴിച്ചു നിർത്താൻ പറ്റില്ല. കാരണം ഞങ്ങൾ ഈ വീട് എപ്പോഴൊക്കെ കാണാൻ വരുന്നുണ്ടോ അപ്പോഴൊക്കെ അച്ഛൻ ഇവിടെ ഉണ്ടാവും, പണിക്കാരുടെ കൂട്ടത്തിലുണ്ടാവും. ആളൊപ്പം നിന്നിട്ട് പണി തുടങ്ങിയ തൊട്ട് അല്ലേ, തുടക്കം തൊട്ട് അച്ഛനൊപ്പം. അച്ഛന് സുഖമില്ലാണ്ട് കൈമ ആക്സിഡന്റ് പറ്റിയിരിക്കുന്ന കറക്റ്റ് ടൈം തന്നെയാ. പിന്നെ അച്ഛന് ജോലിക്ക് പോകാൻ പറ്റിയിട്ടില്ല. അത് കാരണം അച്ഛൻ ഫുൾ ടൈം കൂടി ഉണ്ടായിരുന്നു. പിന്നെ ഈ വീട് എന്ന് പറയുമ്പോൾ കുറെ പേർക്കെങ്കിലും ചിലപ്പോൾ തോന്നാം ഇത് എന്തിനാണ് ഇങ്ങനെ ഒരു വീട്, എന്തിനാണ് ഇങ്ങനെ ഒരു ആർഭാടം, ഒരു വീട് പോരെ. അപ്പൊ കുറേ ഓരോന്നൊക്കെ നമ്മൾ കണ്ടു ഇതില് ഈ വീട്ടില്. അപ്പോൾ അങ്ങനെ ചോദിക്കുന്നവരോട് എന്നിട്ട് എനിക്ക് പറയാനുള്ളത് ഇതൊക്കെ ഇതിൽ കാണിച്ചു കൂട്ടിയിരിക്കുന്നതൊക്കെ എൻ്റെ ആഗ്രഹങ്ങളാ. എൻ്റെ ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ സോഴ്സ് എനിക്കൊരു സ്ഥലം, ബൈജേട്ടൻ കുറെ സ്ഥലങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്, നിനക്കറിയണ കാര്യം തന്നെയാ. അതിലൊരു സ്ഥലം സെയിലായി. പിന്നെ എനിക്ക് ഒരു കുറി ഉണ്ടായിരുന്നു, പൂവൽക്കുറി. അത് ഞാൻ നിന്നോട് പറഞ്ഞിട്ട് നറുക്ക് കിട്ടിയിട്ടുണ്ട്, ഇത്ര ലക്ഷം രൂപ കിട്ടിയിട്ടുണ്ട്. അതൊക്കെ എന്തിട്ട് ചെയ്യാ കുറി കിട്ടിയിട്ടുണ്ട്. അപ്പൊ എനിക്ക് തോന്നിയ ബൈജേട്ടൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഒരു വീട് ഇവിടെ വെക്കണം എന്നുള്ളത്. അത് സ്വിമ്മിംഗ് പൂളുള്ള വീട്. ഇവിടെ ഞാൻ ചെയ്തിട്ടുള്ള ഓരോ കാര്യങ്ങളും എൻ്റെ ആഗ്രഹങ്ങളും ബൈജേട്ടൻ്റെ ആഗ്രഹങ്ങളും കൂടിയിട്ടാണ്. അപ്പൊ എന്തിനാണ് ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടിയെന്ന് ചോദിക്കുന്നവരോട് എനിക്ക് ഒരു മറുപടി ഉള്ളൂ, ഇത് എൻ്റെ ആഗ്രഹമാണ്, എൻ്റെ ഭർത്താവിൻ്റെ ആഗ്രഹമായിരുന്നു. ആ രണ്ടുപേരുടെ ആഗ്രഹങ്ങൾ കൂടി ചേർന്നിട്ട് അവൾക്ക് പറ്റുന്നത് കൊണ്ട് അവൾ ചെയ്തു. അതിനുള്ള പൈസ വരുമാനം ഉള്ളത് കൊണ്ട് അവൾ ഇങ്ങനെ ചെയ്തു. അപ്പോൾ ഇനി നമ്മളിവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടാ. ഈ വീടിന്റെ കാര്യത്തിൽ എനിക്ക് വലിയ റോളൊന്നും ഇല്ലടാ, ഞാൻ അധികം ഒന്നും പറഞ്ഞിട്ടില്ല. ഇവരാണ് വർത്തമാനം പറഞ്ഞ് ചെയ്തിട്ടില്ല കേട്ടാ. ബൈജേട്ടന്റെ സ്വപ്നത്തിൽ നിന്ന് ഞങ്ങൾ പോവാണ് വീട്ടിലേക്ക്. അപ്പൊ അതിന് മുന്നേ ഈ വീട് മൊത്തം ഇങ്ങനെ ചെയ്ത് ഇന്റീരിയറൊക്കെ ഇങ്ങനെ ചെയ്ത് ഇത്രയ്ക്കും മനോഹരമാക്കിയ ആൽവിന്റെ ഫോൺ നമ്പർ നമ്മൾ തരാം. വീട് റിനോവേഷൻ ചെയ്യുന്നവർക്കും അല്ലെങ്കിൽ ഇന്റീരിയറാണ് കേട്ടോ മെയിനായിട്ട് ആൽവിന്റെ മേഖല. പിന്നെ ഇതിപ്പോ ആദ്യമായിട്ടാണ് കൺസ്ട്രക്ഷൻ ചെയ്തേക്കണം, സിവിൽ വർക്കും ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിന്റെ നമ്പർ നമ്മൾ തരാം കേട്ടാ. വിളിക്കാം. നന്ദി, നമസ്കാരം.